Okay, so good evening all. എൻ്റെ പേര് ബിനു. സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. വിശദമായിട്ട് നമുക്ക് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് പരിചയപ്പെടാം. ഓക്കെ, സോ ഇന്ന് നമുക്കറിയാം ഈ ഒരു സമയത്ത് നല്ലൊരു ഈവനിങ് ആണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം 150ഓളം ആളുകൾ ഓൾറെഡി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാ ആളുകളും, നമ്മൾ ഇന്ന് ലോകം തന്നെ വലിയൊരു മഹാമാരി COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. സോ നമ്മൾ ഒരുപാട് ടെൻഷനിലാണ് നമ്മൾ ഓരോ വ്യക്തികളും ഉള്ളത്. കാരണം ഒന്ന്, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്നത്. നമ്മുടെ ഹെൽത്ത് നമുക്കെല്ലാം തന്നെ കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം വരവോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് നമ്മളുള്ളത്. സോ അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് അതിലും വലിയൊരു ടെൻഷനാണ് നമ്മളെ സംബന്ധിച്ച്. നമുക്ക് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വരുമാന മാർഗങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ വരുമാനം നിലച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളായാലും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നല്ല രീതിയിൽ അല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ എല്ലാ ആളുകളും ഇന്ന് വരുമാനത്തെക്കുറിച്ചും കൺസേൺ ആയിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വരുമാനം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ലോകത്തിലെ പല ഭാഗത്തു നിന്നും ഒരുപാട് മലയാളികൾ, ഏകദേശം 170ഓളം മലയാളികൾ ഓൾറെഡി അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫാമിലീസ് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതൊരു ഫാമിലി ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. ഫാമിലി VOP എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. സോ ഒരുപാട് ഫാമിലീസ് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് ആരോഗ്യത്തോടു കൂടെ ഇരിക്കാൻ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യവും നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ലഭിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ, അങ്ങനെയുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്ന് അത്തരത്തിലുള്ള നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വരുമാനം നേടാൻ കഴിയുന്ന കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു നൂതന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ വളരെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്. ദയവ് ചെയ്ത് എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് പാലിക്കുക. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മൈക്ക് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള നോയ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു കാം ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരുന്നു കൊണ്ട് പ്രോഗ്രാം കേൾക്കാൻ ശ്രദ്ധിക്കുക. മിക്കവാറും ആളുകൾ മൊബൈൽ ഫോണിൽ നിന്നായിരിക്കും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. സോ ഒരു ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതൊരു 30 മിനിറ്റ്സ്, ഒരു 30-35 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് തീരും. സോ ആ ഒരു സമയം മുഴുവനായി നിങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഓപ്പൺ മൈൻഡോടുകൂടെ ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മുൻവിധികൾ കൂടാതെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. സോ യാതൊരുവിധ മുൻവിധികളും ഇല്ലാതെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എമർജൻസി അല്ലാത്ത കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഈ ഒരു ½ ആൻ അവർ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറും. സോ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ, ഇതൊരു ബിസിനസ് പ്രസന്റേഷൻ ആണ്. ഈ ബിസിനസ് പ്രസന്റേഷൻ ചെയ്തു തരാൻ പോകുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഇന്ന് വളരെ നല്ല രീതിയിൽ കേരളത്തിലും മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വലിയ വലിയ നേട്ടങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും എത്തിച്ചു കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സോ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്തു തരുന്നതിന് വേണ്ടി ഐ എം ഇൻവൈറ്റിംഗ് ദ വൈബ്രന്റ് ആൻഡ് ചാമിംഗ് ലീഡർ മിസ്റ്റർ രാജേഷ് കുമാർ സർ ഫ്രം മലപ്പുറം. രാജേഷ് സർ, ഓവർ ടു യു. Okay, thank you, Binu. Audible ആണല്ലോ അല്ലേ? Yes sir, audible. Okay, thank you. So good evening, ladies and gentlemen. എൻ്റെ പേര് രാജേഷ് കുമാർ. സ്വദേശം മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാനം കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ബിനു പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇന്ന്
ലോകം മുഴുവനും വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. COVID-19 മൂലമുള്ള വലിയൊരു ആശങ്കയിലാണ് എല്ലാവരും. ഇന്ന് ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ള ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലും ഒരു പക്ഷേ പല ആശങ്കകളും ഉണ്ടാവും. പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ വരുമാന മാർഗം ഇല്ലാതെ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ കൊറോണ എന്ന് പറയുന്ന ആ ഒരു മഹാമാരി ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടക്കാലത്ത് നമ്മളത് വളരെ നല്ല കൺട്രോൾഡ് ആയിരുന്നെങ്കിൽ പോലും ഇപ്പോ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് തന്നെ ഏകദേശം ഒരു 26ഓളം 29ഓളം ഒക്കെ കേസുകൾ ഇന്ന് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി ഓരോ ദിവസവും കൊറോണ കേസസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മളുടെ ഒരു ആരോഗ്യം എന്താകും, നമ്മുടെയും കുടുംബത്തിന്റെ ആരോഗ്യം എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ആശങ്കകൾ മനസ്സിലുണ്ടാവാം. അതോടൊപ്പം തന്നെ ലോക്ക്ഡൌൺ ഇന്ന് ഇപ്പൊ ഒരു 2 മാസക്കാലമായിട്ട് വളരെ ലോക്ക്ഡൌണിലാണ്. വരുമാനം വളരെ കുറഞ്ഞ ആളുകളും ഉണ്ടാവും, അതേസമയം വരുമാനം ഇല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ടാവും. സോ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ഈ ആശങ്കകൾക്കുള്ള ദ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഇന്നത്തെ പ്രോഗ്രാം. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ഇറ്റ്സ് എ ഫാമിലി ഓറിയന്റഡ് ഓപ്പർച്യൂണിറ്റി. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് ഇന്നിവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സോ ഈ ഒരു ലോക്ക്ഡൌൺ എന്ന് പറയുന്ന സാഹചര്യം അത് നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് അതിനില്ല. അത് എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് താനും. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഈ ലോക്ക്ഡൌണിന് ശേഷം കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, എപ്പോഴെങ്കിലും ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോകപ്രശസ്തനായിട്ടുള്ള ബിൽ ഗേറ്റ്സ് അദ്ദേഹം BBC-ക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, ഈ ലോക്ക്ഡൌൺ കൊറോണ കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ്, ലോക്ക്ഡൌൺ കൊണ്ടുള്ള ഒരു ഇമ്പാക്ട് മിനിമം 1.5 വർഷക്കാലമെങ്കിലും തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈവൻ നമ്മുടെ ഗവൺമെന്റിന് പോലും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത് നേരിട്ട് പറയാത്തത്? വെരി സിമ്പിൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ലോക്ക്ഡൌണിന്റെ തുടക്കകാലത്ത് തന്നെ ഗവൺമെന്റ് നമ്മളോട് പറയാണ് 1.5 വർഷത്തേക്ക് ഇനി ലോക്ക്ഡൌൺ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ വീട്ടിലിരിക്കുവോ? ഒരിക്കലും ഇല്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം വേണം, ശരിയല്ലേ? സോ അങ്ങനെ നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭീകരത എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഈ ഒരു മഹാമാരി വരും, വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. ഇത് അറിയാവുന്നത് കൊണ്ടാണ് ഗവൺമെന്റ് ലോക്ക്ഡൌൺ സിറ്റുവേഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. കുറച്ച് ദിവസം അങ്ങനെ പതുക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു 2 മാസക്കാലം കൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ കുറേശ്ശെയായിട്ട് ഈ ലോക്ക്ഡൌൺ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റഡ് ആയി തുടങ്ങി. ഇതാണ് ഗവൺമെന്റിന് വേണ്ടത്. കാരണം പുതിയൊരു കണ്ടീഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ലോക്ക്ഡൌൺ സ്റ്റോപ്പ് ചെയ്താലും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടേ നമ്മൾ ജീവിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന റിയാലിറ്റി. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, റിയാലിറ്റി ഈസ് വെരി വെരി ഡേഞ്ചറസ്. ഒരുപാട് ക്രൈസിസ് പല മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്രൈസിസ് വന്നുകൊണ്ടിരിക്കുന്നത് ജോലി മേഖലയിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷൻ തുടങ്ങിയ സമയം മുതൽ ബഹുഭൂരിപക്ഷം കമ്പനികളും വലിയ നഷ്ടത്തിലാണ്, സാമ്പത്തികമായിട്ടുള്ള ഭീമമായിട്ടുള്ള നഷ്ടത്തിലാണ്. ഈ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പനികളെ സംബന്ധിച്ചോളം 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന്, മാക്സിമം നമ്പർ ഓഫ് എംപ്ലോയീസിനെ പിരിച്ചുവിടുക, നിർബന്ധപൂർവ്വം പിരിച്ചുവിടുക, കുറച്ച് എംപ്ലോയീസിനെ മാത്രം നിലനിർത്തുക. സോ ആ രീതിയിൽ ആണ് അവർക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ പിരിച്ചുവിടപ്പെട്ടു കഴിഞ്ഞു, ഓൾറെഡി പിരിച്ചുവിടൽ തുടങ്ങി കഴിഞ്ഞു പല കമ്പനികളും. സോ ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് ആൾക്കാരുടെ ജോലി സ്ഥിരമായിട്ട് നഷ്ടപ്പെടുന്നു എന്നാണ് കണക്ക്. വലിയൊരു സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആ കുടുംബങ്ങൾ ജീവിക്കും വരുമാനമില്ലാതെ? ഒപ്പം ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവാം, പഠിക്കുന്ന ആളുകളും ജോലി അന്വേഷിക്കുന്ന ആളുകളും. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കമ്പനിക്കും പുതിയ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം നമ്പർ ഓഫ് എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ കുറച്ചു കാലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ജോബ് സീക്കേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ജോലി ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട്.
ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്കും കുടുംബങ്ങളുണ്ട്. എങ്ങനെ വരുമാന മാർഗമില്ലാതെ അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? നിലവിൽ മിനിമം ലെവലിൽ നിലനിർത്തുന്ന ജോലിക്കാരെ സംബന്ധിച്ചോളം അവർക്ക് കമ്പനികളെല്ലാം ശമ്പളം വെട്ടിച്ചുരുക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈവൻ ഇന്ന് ഗവൺമെന്റ് പോലും സാലറി വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വർഷം സാലറിയിൽ വർധനവ് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ജീവിത ചെലവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഒരു പക്ഷേ ഗവൺമെന്റ് നമുക്ക് അരിയും മറ്റു സാധനങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ തരുന്നുണ്ടാവും. പക്ഷെ ഗവൺമെന്റിന് പോലും ഈ രീതിയിൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. മുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് 6 മാസത്തേക്കുള്ള കരുതൽ ഭക്ഷ്യവസ്തുക്കളെ സർക്കാരിന്റെ കയ്യിലുള്ളൂ. സോ ആ ഒരു 6 മാസം കഴിഞ്ഞാൽ എന്തു ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണത്. എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ കുതിച്ചു ഉയരും. പക്ഷെ വരുമാനമില്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ഇപ്പോ നിങ്ങൾ കുറച്ച് പണം കരുതലായിട്ട് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ എഫേർട്ടിന്റെ റിസൾട്ടാണ്. ഉപയോഗിച്ച് ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ വരുമാനം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ റിസൾട്ട് ആയിരിക്കും. അതിനനുസരിച്ച് ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോഴുള്ള നിങ്ങളുടെ വരുമാന മാർഗം അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ യു ഹാവ് ടു തിങ്ക് വെരി സീരിയസ്ലി. പക്ഷേ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അതിലെല്ലാം അവസരം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ അവസരം തിരിച്ചറിഞ്ഞ് യുക്തിസഹജമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ലോകത്ത് സക്സസ് ഉണ്ടായിട്ടുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ജനറൽ ഇലക്ട്രിക്, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത കമ്പനികളാണ്. അവരെല്ലാം ആ സമയത്ത് അതിൽ ഉള്ള ഒരു അവസരം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് ഇന്ന് ലോകത്തെ ഗ്ലോബൽ ജയൻസ് ആയിട്ട് മാറിയ കമ്പനികളാണ്. സോ ഇതുപോലെ ഇപ്പോൾ നിങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ മുതൽ മുടക്കുമില്ലാതെ, എന്നാൽ എക്സ്പീരിയൻസ് നോക്കാതെ, എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തന മേഖല, ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങളുടെ കരിയർ ആയിട്ടോ ഈവൻ ലോക്ക്ഡൌണിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? സോ ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കൊറോണ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത്, പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള അവസ്ഥയ്ക്ക് ഒരു മെഡിസിനോ മറ്റോ കണ്ടുപിടിക്കപ്പെട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിച്ചേ പറ്റുള്ളൂ. നമുക്ക് കൊറോണ പിടിക്കില്ല എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരിക്കലും പറ്റില്ല. സോ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ. അതിന് ഇന്ന് അഡ്വാൻസ്ഡ് ആയുർവേദിക് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുന്നതിലൂടെ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും നല്ല ആരോഗ്യം നിലനിർത്താൻ പറ്റും, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയുർവേദ? എന്താണ് അഡ്വാൻസ്ഡ് ആയുർവേദ? അഡ്വാൻസ്ഡ് ആയുർവേദ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അഡ്വാൻസ്ഡ് ആയുർവേദം. സോ ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. അത് ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്തതാണ്. അതിന്റെ എഫിക്കസി, അതിന്റെ റിസൾട്ട് ഇസ് വെരി ഹൈ. സോ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് ഉപയോഗിക്കുവാനും ഒപ്പം ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വിതരണം ചെയ്യുവാനുമുള്ള ഒരവസരം നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കമ്പനിയാണ്. അതും കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വിർച്വൽ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. സോ എന്താണ് ഈ കമ്പനി എന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്ക് പരിചയപ്പെടാം.
ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2014 ജനുവരിയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി തുടങ്ങിയ കമ്പനിയാണ്. സ്വന്തം സ്ഥലത്ത് സ്വന്തമായിട്ടുള്ള വിവ ടവർ എന്ന് പറയുന്ന സ്വന്തം ബിൽഡിങ്ങിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനി. ഈ മേഖലയിൽ ഇന്ന് ഇന്ത്യയിൽ പല കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 148% ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. The fastest growing Indian company. മാത്രമല്ല സ്വന്തമായിട്ട് പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ആ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫൈഡ് ആണ്. ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്വന്തമായിട്ടുള്ള കമ്പനി. അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അഥവാ DSIR അപ്രൂവ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി സ്വന്തമായിട്ടുള്ള വലിയൊരു കമ്പനി. ആയിരക്കണക്കിന് ഏക്കർ കോൺട്രാക്ട് ഓർഗാനിക് ഫാമിങ്ങിലൂടെ മെഡിസിനൽ പ്ലാന്റ്സ് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്നും റോ മെറ്റീരിയൽസ് എടുത്ത് അതിനെ പ്രോസസ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അങ്ങനെ പ്രോസസ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്ലാന്റിന്റെ ഒരു മാസത്തെ ഇന്ത്യയിലുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 165 മെട്രിക് ടൺ ആണ്. സോ ഇറ്റ്സ് എ വെരി ഹ്യൂജ് കമ്പനി. ഇങ്ങനെ ഈ കമ്പനി സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളുടെ പ്രത്യേകത ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്. കാരണം ഈ പ്രൊഡക്റ്റുകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർമുലേഷൻ എല്ലാം നടക്കുന്നത് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായുള്ള വേൾഡിലെ വൺ ഓഫ് ദ ലീഡിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയിലാണ്. ഇറ്റ്സ് എ ജാപ്പനീസ് സ്റ്റാൻഡേർഡ് വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇന്ന് ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. എല്ലാ പ്രൊഡക്റ്റുകളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുക എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതിന്റെ ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ടുകളെല്ലാം കൺസേൺഡ് പ്രൊഡക്റ്റ് വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഈ കമ്പനി നമുക്ക് പരിചയപ്പെടുത്തുന്ന ദ അമേസിംഗ് പ്രോഡക്ട്സ്? ദ വെരി ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് iPulse. എന്താണ് iPulseന്റെ പ്രത്യേകത? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കൊറോണ പോലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. So dear friends, iPulse എന്ന് പറയുന്ന പ്രോഡക്റ്റ്, this is the best immune booster, ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു മൾട്ടി ഫ്രൂട്ട് ബ്ലെൻഡ് ജ്യൂസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേൾഡിലെ ഫസ്റ്റ് ക്വാളിറ്റി 15 തരം ഫ്രൂട്ട്സിന്റെ ഒരു പേറ്റന്റഡ് ബ്ലെൻഡ്. ഇതിൽ പ്രധാന ഫ്രൂട്ട് എന്ന് പറയുന്നത് അസായ് ബെറി എന്ന് പറയുന്ന ഒരു പഴമാണ്. ഇന്ന് സൗത്ത് അമേരിക്കയിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട് ആണ്. ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് സൂപ്പർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് ആണ്. ഈ ഒരു ഫ്രൂട്ട് ബേസ് ചെയ്തിട്ട് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി നാസ അവരുടെ ആസ്ട്രോനോട്ട്സിന് സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ, റേഡിയേഷൻ പ്രകാരം മൂലം സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന AS10 എന്ന് പറയുന്ന സ്പേസ് ഡ്രിങ്ക് ഉണ്ട്. അതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് അസായ് ബെറിയാണ്. സോ ഒരുപാട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുള്ള ഫ്രൂട്ട് ആണ് അസായ് ബെറി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും എടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഒറാഗ് വാല്യൂ ഉള്ള ഫ്രൂട്ട് ആണ് അസായ് ബെറി എന്ന് പറയുന്നത്. ഈ ഒരു ബെറി നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ടാവും. അതുവഴി ഹാംഫുൾ ആയിട്ടുള്ള വൈറസുകളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. സോ ഈ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് iPulse എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾ വെറും 60 മില്ലി ഉപയോഗിച്ചാൽ മതി ഒരു ദിവസം. അതാണ് ഇതിന്റെ ഒരു ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ജസ്റ്റ് 60 ml വെറും 60 മില്ലി iPulse ഉപയോഗിക്കുന്നതിലെ 3.5 കിലോ ഓർഗാനിക് ആൻഡ് ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന അത്ര തന്നെ ഒറാക് വാല്യൂ നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇത് ഈ ഹെൽത്ത് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല ഇത് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പ്ലസ് ഏത് പ്രായക്കാർക്കും, ചെറിയ കുട്ടികളടക്കം ഏത് കാറ്റഗറി ആളുകൾക്കും ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന, സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് iPulse എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ദിസ് പ്രോഡക്റ്റ് ഈസ് ബിക്കമിങ് പോപ്പുലർ. Right. Then second product is iCoffee. എന്താണ് iCoffeeയുടെ പ്രത്യേകത? നമുക്കറിയാം ഇന്ന് പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജിലുമാണ്. സോ പ്രമേഹ രോഗികളെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള അസുഖങ്ങൾ അവർക്കുണ്ടാവും.
ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നുണ്ടാവും, ഹാർട്ട്, ലിവർ, കിഡ്നി, ബ്രെയിൻ, നെർവസ് സിസ്റ്റം, കണ്ണ്, ഓരോരോ അവയവത്തെയും അത് ബാധിക്കുന്നുണ്ടാവും. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകുന്നുണ്ടാവും. ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. വലിയ പ്രതിസന്ധികൾ, വലിയ ഫിസിക്കൽ ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. സോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രമേഹമുള്ള ആളുകൾക്ക് കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലുമാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചോളം അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ കൊണ്ട്, അത് ഗുളികയായിക്കോട്ടെ, ഇൻസുലിൻ ആയിക്കോട്ടെ, ബ്ലഡ് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഇന്ന് ഒരു റിച്ച് കോഫിയുടെ ഓതന്റിക് ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഹെർബൽ കോഫി കഴിച്ചുകൊണ്ട് അവർക്ക് ഗ്രാജുവലി മെഡിസിൻസ് എല്ലാം കുറച്ച് കൊണ്ടുവന്ന് മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു ക്വാളിറ്റി ലൈഫിലേക്ക്, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഹെർബൽ കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന്, കർണാടകയിൽ കൂർഗിൽ നിന്നുള്ള വേൾഡിലെ സുപ്പീരിയർ ക്വാളിറ്റി റോസ്റ്റഡ് കോഫി ബീൻ ഉപയോഗിക്കുന്നു. ഒപ്പം ഇന്ന് ആയുർവേദത്തിൽ പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ദ ബെസ്റ്റ് നാച്ചുറൽ റെമഡി ആയിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഏകനായകത്തിന്റെ മോളിക്യൂൾ ആണ് ഇതിനകത്തുള്ള പ്രധാന ഇൻഗ്രീഡിയന്റ്. സോ ഈ ഒരു പ്രോഡക്റ്റ്, ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ പ്രമേഹമുള്ളവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും പ്രമേഹമില്ലാത്തവർക്കും ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ദെൻ ദ തേർഡ് പ്രോഡക്റ്റ് ഈസ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന അസുഖം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള കേസസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആളുകളാണ്. പക്ഷെ മെഡിക്കൽ സയൻസ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രകാരം പറയുന്ന കാര്യം, ഇനി അങ്ങോട്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ട് നേരിടാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒബേസിറ്റി കൊണ്ടാണ്. അമിതവണ്ണം, പൊണ്ണത്തടി, കുടവയറ് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. സോ ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. സോ അവരുടെ ഇമ്മ്യൂണിറ്റി അത് ബാധിക്കുന്നുണ്ടാവും. സോ പല കൊറോണ അടക്കമുള്ള പല പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹാർട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത്തരം ആളുകളെ സംബന്ധിച്ചോളം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പല രീതികൾ അവർ ഉപയോഗിക്കുന്നുണ്ടാവും. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യും, ജോഗിങ്ങിന് പോകും, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പല പ്രൊഡക്ട്സും ഉപയോഗിച്ച് നോക്കും, ഡയറ്റിംഗ് ചെയ്ത് നോക്കും. യെസ്, ഓഫ് കോഴ്സ് അവരുടെ വെയിറ്റ് കുറയുന്നുണ്ടാവും. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ശരീരഭാരം കുറയ്ക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ കൊടുത്തുകൊണ്ട് മാത്രമേ ശരീരഭാരം കുറയ്ക്കാവൂ. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് പല സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നുണ്ടാവും. സോ ഇവിടെയാണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ പ്രത്യേകത. പ്യൂർലി ബാക്ക്ഡ് ബൈ ആയുർവേദ, കംപ്ലീറ്റ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബാർ ആണ് ഈ ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാം. എന്നാൽ രാത്രി ഭക്ഷണത്തിന് പകരം ഒരു ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഹെൽത്തി വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. ഒപ്പം കറക്റ്റ് ബോഡി ഷേപ്പിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. സോ ശരീരത്തിൽ നല്ല കൊഴുപ്പിനെ നിലനിർത്തി ചീത്ത കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് കറക്റ്റ് ബോഡി വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്നത്. ഏത് കാറ്റഗറി ആളുകൾക്കും ധൈര്യപൂർവ്വം ഉപയോഗിക്കുന്ന ദ ബെസ്റ്റ് solution, right? Then the fourth product is eye glow. എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? ഫസ്റ്റ് തിങ്, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് ബാർബർ ഷോപ്പുകളോ ബ്യൂട്ടി പാർലറുകളോ ഒന്നും ഓപ്പൺ അല്ല. ഈവൻ ഗവൺമെന്റ് അതിന് ഭാഗികമായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു, ഞാനോ നിങ്ങളോ ധൈര്യപൂർവ്വം ബ്യൂട്ടി പാർലറിലൊക്കെ പോകും. പുരുഷന്മാരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, ഈവൻ വീട്ടിലാണെങ്കിൽ പോലും നമ്മളൊക്കെ നമ്മുടെ സൗന്ദര്യം കാത്തു സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കണ്ണാടിക്ക് മുമ്പിൽ കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷെ പുറത്തു പോയിട്ട് മുമ്പത്തെ പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് ഇപ്പൊ പറ്റുന്നതല്ല. പോയാൽ തന്നെ ധൈര്യപൂർവ്വം നമുക്ക് അവിടെ ചെല്ലാനും പറ്റുന്നുണ്ടാവില്ല. സോ ഇത്തരം ഒരു സാഹചര്യത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ബ്യൂട്ടി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കാറ്റഗറിയിൽ ഇത് ഇന്ത്യയിലെ ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് പുറത്തു പുരട്ടാനുള്ള ക്രീം അല്ല, അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു നാച്ചുറൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കാശ്മീർ വാലിയിൽ നിന്നുള്ള സാഫ്രോൺ ആണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ്. ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ്, ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ ഓവറോൾ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പുറത്ത് മാത്രമല്ല, അകത്തും.
കാരണം ഇത് നമ്മുടെ ലിവറിന്റെ ഡീടോക്സിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഒരു ബ്യൂട്ടി നിലനിർത്താൻ സാധിക്കുന്നുണ്ടാവും. മാത്രമല്ല ഓവറോൾ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ടാവും. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു ആശങ്കയ്ക്കുള്ള സൊല്യൂഷനായി ഉപയോഗിക്കുക, നല്ല ആരോഗ്യം നിലനിർത്തുക. സോ ഇപ്പോഴത്തെ ഒരു ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണോ? യെസ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഗവൺമെന്റ് 48 കാറ്റഗറി പ്രൊഡക്ട്സിനെ എസെൻഷ്യൽ ഐറ്റംസ് അഥവാ അവശ്യ വസ്തുക്കളുടെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകളാണ്. വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഈ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെയും ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇന്ത്യ ഇൻ എനി കോർണർ ഈ പ്രൊഡക്റ്റുകൾ ബൈ കൊറിയർ അവൈലബിൾ ആണ്. നോമിനൽ ആയിട്ടുള്ള ഒരു കൊറിയർ ചാർജ് നൽകുന്നതിലൂടെ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്കും ഈ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. റൈറ്റ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ ഗുണം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗുണം നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു വരുമാന മാർഗം ഈ കമ്പനി നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തരാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രീ മൈ ഡിയർ ഫ്രണ്ട്സ്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളിലേക്ക് പരിചയപ്പെടുത്തുക. ഒപ്പം ഇന്ന് ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റെന്ത് മാർഗം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മനോഹരമായിട്ടുള്ള വരുമാന മാർഗം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ 2 സുഹൃത്തുക്കളിലേക്ക് പരിചയപ്പെടുത്തുക ഒരു വീഡിയോ കോളിലൂടെ. സോ ആ രീതിയിൽ അവരിലൂടെ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഡിസ്ട്രിബ്യൂഷൻ ടീമിലൂടെ നടക്കുന്ന കച്ചവടത്തിലൂടെ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ഓർഗനൈസേഷന്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഈവൺ അങ്ങ് അമേരിക്കയിൽ പോലും ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം. കാരണം വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം, കഴിഞ്ഞ 1 വർഷമായി ഈ ഒരു കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇന്ന് കൊറോണ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ രോഗബാധിതരായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള അമേരിക്കയിൽ ഇന്ന് കമ്പനിയുടെ ബെസ്റ്റ് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആയിട്ടുള്ള ഐവേദ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു പോപ്പുലർ ബ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഈ കമ്പനി അമേരിക്കയിൽ തന്നെയാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി അമേരിക്കയിൽ സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള വലിയൊരു കമ്പനിയാണ്. റൈറ്റ്. സോ സിറ്റിംഗ് അറ്റ് ഹോം, വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലോകം മുഴുവനും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം. ആ ഒരു അവസരത്തിലൂടെ 1ഉം 2ഉമല്ല 10 രീതിയിലുള്ള വരുമാനങ്ങളാണ് ഈ കമ്പനി നിങ്ങൾക്ക് തരുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ് മുതൽ റിവാർഡ് പ്രോഗ്രാംസ് വരെ. സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം, ഏറ്റവും ദ ഹയസ്റ്റ് പെർസെന്റേജ് ഈസ് റീറ്റെയിൽ പ്രോഫിറ്റ് 20%. ഈ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു ദിവസം ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഈ കമ്പനിയിൽ നിന്നും വാങ്ങാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 8 പ്രോഡക്ട്സ്. 5 കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, ആവശ്യമായ എണ്ണം എന്ന രീതിയിൽ ടോട്ടൽ 8 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഒരു ദിവസം വാങ്ങാൻ പറ്റുന്നുണ്ടാവും. ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ ഗവൺമെന്റ് നിയമപ്രകാരം അതിന്റെ MRP കമ്പനിയിലേക്ക് അടയ്ക്കുക. 8 പ്രൊഡക്റ്റുകൾക്ക് ഏകദേശം 25,000 രൂപയായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ ഓരോ പ്രൊഡക്റ്റിനും 500 രൂപ വെച്ച് 8 പ്രൊഡക്റ്റുകൾക്ക് 4,000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് TDS കഴിഞ്ഞുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി തിരിച്ചു തരുന്നുണ്ടാവും. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാം. ഒരു ടാർഗറ്റോ ടെറിട്ടറി ലിമിറ്റോ ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാം, കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാം. സോ അതിനുശേഷം നിങ്ങളുടെ പരിചയത്തിൽ ജോലി അന്വേഷിക്കുന്ന, വരുമാനം ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാവും. അതിൽ നിന്നും ഏറ്റവും നല്ല 2 ആളുകളെ തിരഞ്ഞെടുക്കുക. വീഡിയോ കോൾ വഴി അവർക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുത്തി കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഒരു സൂം മീറ്റിംഗ്, ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. ഈ രീതിയിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ കെയർ ഓഫിൽ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള 8 പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റിനും 125 രൂപ വെച്ച് 1000 രൂപ നിങ്ങൾക്ക് ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് കമ്പനി അയച്ചു തരുന്നുണ്ടാവും.
ഇതുപോലെ രണ്ടാമത്തെ ഒരു സുഹൃത്തും നിങ്ങളുടെ കെയർ ഓഫിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1000 രൂപ നിങ്ങൾക്ക് വീണ്ടും കമ്പനി ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് അയച്ചു തരുന്നുണ്ടാവും. സോ ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു റാങ്കിൽ എത്തുന്നുണ്ടാവും. സമയബന്ധിതമായിട്ട് ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1+1 വീക്കിനുള്ളിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു 1000 രൂപ സ്റ്റാർ റിവാർഡ് എന്ന് പറഞ്ഞ കമ്പനി തരുന്നുണ്ടാവും. നിങ്ങളുടെ കെയർ ഓഫിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2 സുഹൃത്തുക്കൾക്കും ഈ സ്റ്റാർ റിവാർഡ് നിങ്ങൾ നേടിക്കൊടുത്താൽ അഡീഷണൽ ആയിട്ട് 2000 രൂപ സ്റ്റാർ റിവാർഡ് ആയിട്ട് കമ്പനി നിങ്ങൾക്ക് വീണ്ടും തരുന്നുണ്ടാവും. വേഗതയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുമാനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾക്കുള്ള അതേ പ്രിവിലേജ് തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉള്ളത്. അവർക്ക് ഫർദർ അവരുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ ഈ 2 സുഹൃത്തുക്കളിലൂടെ നിങ്ങൾക്ക് 2 വലിയ ടീമാക്കി ഇത് വളർത്താൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ആ ടീമിൽ എത്ര ആളുകളുണ്ട് എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾക്ക് വരുമാനം തരുന്നത്. കാരണം ഇത് പ്യുവർ ബിസിനസ് ആണ്. അവിടെ എത്ര പ്രൊഡക്റ്റിന്റെ കച്ചവടം നടക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. അതും ഒരാഴ്ചയിൽ, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള 1 വീക്കിൽ നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലും എത്ര ബിസിനസ് വോളിയം നടക്കുന്നു അതിന് ആനുപാതികമായിട്ടാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവുക. ഉദാഹരണമായിട്ട് ഒരു 600 ഗ്രൂപ്പ് വോളിയം വീതം 2 ഓർഗനൈസേഷനിലും ഒരാഴ്ചയിൽ ബിസിനസ് വോളിയം നടക്കുന്ന സമയത്ത് 6000 രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഷോപ്പ് വേണ്ട, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട. ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ വീട്ടിലിരുന്നു കൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് വോളിയം ഉണ്ടാക്കാം, വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഗ്രാജുവലി നിങ്ങൾക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കൂടുതലായിട്ട് 1000 ഗ്രൂപ്പ് വോളിയമായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് 10000 രൂപ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക, കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തുക, ബിസിനസ് വോളിയം വർദ്ധിപ്പിക്കുക. ഈ രീതിയിൽ 2000 ഗ്രൂപ്പ് വോളിയമായിട്ട് ഇത് വർദ്ധിക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ 20000 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. 2 ഓർഗനൈസേഷനിലും ഒരുപോലെ ആഴ്ചകളിൽ ഇങ്ങനെ നടന്നോളണം എന്നില്ല. ഏതെങ്കിലും ഓർഗനൈസേഷനിൽ കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവാം. കമ്പനി 2 ഓർഗനൈസേഷനിൽ നിന്നും ഈക്വൽ വോളിയം എടുത്തിട്ട് അതിനുള്ള വരുമാനം നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എക്സസ് വോളിയം ഏത് ഓർഗനൈസേഷനിലാണോ നടക്കുന്നത് ആ വോളിയം നെക്സ്റ്റ് വീക്കിലേക്കുള്ള നിങ്ങളുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബിസിനസ് വോളിയമായിട്ട് ഓട്ടോമാറ്റിക്കലി ക്യാരി ഫോർവേഡ് ആകുന്നുണ്ടാവും. നിങ്ങൾക്ക് ബിസിനസ് നഷ്ടപ്പെടുന്നുണ്ടാവില്ല. റൈറ്റ്. സോ ഈ രീതിയിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾക്ക് 4000 ഗ്രൂപ്പ് വോളിയം 2 ഓർഗനൈസേഷനിലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് 40000 രൂപ ഒരാഴ്ചയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഇത് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്നുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, സിമ്പിൾ ലോജിക്, ബിസിനസ് വോളിയം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുമാനം കൂടുന്നുണ്ടാവും. അത് ഈ ബിസിനസിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെന്റിൽ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് മാറാൻ പറ്റും. സോ ഈ രീതിയിൽ 10000 ഗ്രൂപ്പ് വോളിയം ലെഫ്റ്റ് റൈറ്റ് ഓർഗനൈസേഷനിൽ നിങ്ങളുടെ ഒരാഴ്ചത്തെ ബിസിനസ് വോളിയം ടോട്ടൽ ടീമിന്റെ വോളിയമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം രൂപയാണ് ഒരാഴ്ചയിൽ വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. മേ ബി കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടാവാം 25,000 അതിൽ കൂടുതലോ ഗ്രൂപ്പ് വോളിയം നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് ഓർഗനൈസേഷനിൽ ഒരാഴ്ചയിൽ ബിസിനസ് വോളിയം നടന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഒരാഴ്ചയിലെ നിങ്ങളുടെ വരുമാനം 2,50,000 രൂപ കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു മഹത്തരമായിട്ടുള്ള അവസരം. അത് നിങ്ങൾക്ക് ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈവൻ ആഫ്റ്റർ ലോക്ക്ഡൌൺ ആയിക്കോട്ടെ, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ആ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. അതിന് എല്ലാ ആഴ്ചയിലും പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടോണം എന്നുള്ള യാതൊരു കണ്ടീഷൻസും ഇല്ല. മേ ബി നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങളുടെ 2 ഓർഗനൈസേഷനിലും ഒരു 1000 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തു എന്ന് കരുതാം. പുതുതായിട്ട് ആരും ബിസിനസ്സിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഈ 1000 ആളുകൾ ഒരാഴ്ചയിൽ അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനോ ഒരു കസ്റ്റമർക്ക് റെക്കമെൻഡ് ചെയ്യാനോ ആയിട്ട് ഓരോ പ്രൊഡക്റ്റ് വീതം പർച്ചേസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 25,000 ഗ്രൂപ്പ് വോളിയം ലെഫ്റ്റും റൈറ്റും ഓർഗനൈസേഷനിൽ ആ ആഴ്ചയിൽ ബിസിനസ് നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ആഴ്ചയിലെ വരുമാനം 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, സോ ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ വാങ്ങി ഇന്ന് വെറും സാധാരണക്കാരായുള്ള ആളുകള് 6 വർഷം കൊണ്ട് നിരവധി ആളുകൾ ഇന്ന് കോടീശ്വരന്മാരായി കഴിഞ്ഞു ഈ ഒരു ഓപ്പർച്യൂണിറ്റി. മൈ ഡിയർ ഫ്രണ്ട്സ്, സോ ഇന്ന് ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 50-ലധികം ആളുകൾ ഇന്ന് 1 കോടി രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെ വരുമാനം വാങ്ങിക്കഴിഞ്ഞു, വെറും സാധാരണക്കാരായ ആളുകൾ. സോ ഡിയർ ഫ്രണ്ട്സ്, സാധാരണക്കാരായ ആളുകളെ ഇന്ന്
ഈ ഒരു അവസരത്തിലൂടെ കോടീശ്വരന്മാരാക്കി മാറ്റിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് അവസരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോടീശ്വരന്മാരായിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്കൊരു ചെറിയൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓവർ ടു ദ വീഡിയോ. ജസ്റ്റ് വാച്ച് ദ വീഡിയോ. ഈ ലേഡി ഒരു വീട്ടമ്മയാണ്. ഒരു വീട്ടമ്മയുടേതായിട്ടുള്ള റെസ്ട്രിക്ഷനിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്ത് 1 കോടി രൂപയുടെ വരുമാനമാക്കിയ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് കണ്ടത്. പല കാറ്റഗറി ആളുകൾ, പല മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളാണ് ഇവരെല്ലാവരും. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാധാരണക്കാരായ ആളുകളെയാണ് നമുക്ക് കാണുന്നത്. ക്രോർപതീസ്. 6 വർഷം കൊണ്ട് ഈ കമ്പനി ഉണ്ടാക്കിയ ക്രോർപതീസ്. So dear friends, കഴിഞ്ഞ 6 വർഷമായി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. പക്ഷേ ഈ ഒരു അവസരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിലവിൽ നിങ്ങളുടെ വരുമാന മാർഗമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണോ? ഡിജിറ്റലി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ? നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ? എങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. മറിച്ചാണെങ്കിൽ ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു. ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് തന്ന മഹത്തരമായിട്ടുള്ള ഒരു അവസരമാണ്. ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സർവശക്തൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു. Thank you, Rajesh Kumar sir. Thank you very much for the wonderful presentation.
സോ വളരെ നല്ല രീതിയിൽ തന്നെ രാജേഷ് കുമാർ സർ ഈ ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് പ്രസന്റ് ചെയ്തു തന്നു. അപ്പോൾ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു ഫാമിലി ഓറിയന്റഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളാണ്, ഈ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ചെയ്ത് വിജയിക്കുന്ന വ്യക്തികളുണ്ടോ എന്നെല്ലാം ഉള്ള സംശയങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഒരു ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന 2 ഫാമിലീസിനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ അവർ ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയി ചെയ്യുന്ന 2 ഫാമിലീസ് ആണ്. ആദ്യമായി ഞാൻ തൃശ്ശൂർ സ്വദേശികളായ ഒരു ഫാമിലിയെ ക്ഷണിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് വരികയും പ്രൊഡക്റ്റിന്റെ റിസൾട്ടിലൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തുകയും, എന്നാൽ ഇന്ന് വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ആഷി സലീം. ഓക്കെ, ഞാൻ അവരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. സലീം കാ കേൾക്കുന്നുണ്ടോ? ഓക്കെ മാഡം, സംസാരിച്ചോളൂ. നമ്മുടെ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ആഷിറ. സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ മൂന്നുപീടിയം സ്ഥലത്താണ്. അപ്പൊ എൻ്റെ കൈകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചത് എൻ്റെ അനിയന്മാരായ നിസാർ നിസാമാണ്. അപ്പൊ എനിക്ക് അൾസർ ആയിരുന്നു. അപ്പൊ അത് ഒരുപാട് മൂത്ത് ഡേഞ്ചർ സ്റ്റേജിൽ എത്തിയിരുന്നു. അപ്പൊ വയറ്റിൽ ഇങ്ങനെ എരിച്ചലൊക്കെ വളരെ അധികം കൂടിയിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. അപ്പൊ ഒട്ടും തന്നെ ഇതിൽ മെഡിസിൻ കഴിച്ചിട്ട് ഒട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രൊഡക്റ്റ് എൻ്റെ കൈകളിൽ എത്തുന്നത്. ഇന്ന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് വയറ്റിലെ ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറി. അപ്പൊ ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എൻ്റെ റിസൾട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് പേർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. അപ്പൊ ഇന്നും തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ മൂല്യം ഇതൊന്നല്ല ഞാൻ കാണുന്നത്, എൻ്റെ ജീവൻ തന്നെ രക്ഷിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. താങ്ക് യു. ഈ എൻ്റെ വൈഫിന്റെ റിസൾട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ തന്നെ കാരണം. ഇതിനു മുമ്പ് ഞാനൊരു സാധാരണ സൂപ്പർ മാർക്കറ്റിന്റെ മാനേജറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നും എനിക്കൊരു 30,000 രൂപ സാലറിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നെങ്കിലും നമ്മുടെ ഈ കമ്പനി, മഹത്തരമായ ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി കേൾക്കുകയും ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആഴ്ചയിലെ വരുമാനം കേട്ടുകൊണ്ട് ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു സംഭവം ഏറ്റെടുത്തൂടാ, എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്ന് മനസ്സിൽ ഇതാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് യഥാർത്ഥത്തിലായിട്ട് ഇറങ്ങിയത്. ഈ ഒരു കമ്പനിയിൽ യഥാർത്ഥത്തിൽ ഫുൾ ടൈം ആയിട്ട് ഞാൻ ഇത് ചെയ്തു വന്നപ്പോൾ എനിക്ക് ഉണ്ടായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ മാസം വാങ്ങിയിരുന്ന 30,000-ക്കാട്ടും കൂടുതൽ ആഴ്ചയിൽ എനിക്ക് വരുമാനം വാങ്ങാൻ തന്നെ കഴിഞ്ഞു. 5,000, 10,000 രൂപ ഒക്കെ വെച്ചിട്ട് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു കൊറോണ സിറ്റുവേഷനിലടക്കം ഞാൻ ഇപ്പൊ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഞാൻ ഇപ്പൊ ആഴ്ചയിലെ വരുമാനം എനിക്ക് ഇതിൽ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുപോലെ എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ ടീമിനെയും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഈ ബിസിനസ് എന്നിലേക്ക് ഏൽപ്പിച്ച എൻ്റെ നിസാർ സാറിനോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ ഈ ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി ഇതും കേട്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Thank you, Salimka and Ashrita. Thank you very much. Okay, so ഇപ്പൊ നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് കേട്ടു. ഇതിൽ സലീമിക്കയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സലീമിക്ക ഇന്ന് നമ്മൾ തൃശ്ശൂരാണ് എന്ന് പറഞ്ഞാലും ഇന്ന് ശ്രീലങ്കയിൽ വരെ ഈ ഒരു ബിസിനസ് എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ടീമിൽ ശ്രീലങ്കയിൽ നിന്ന് വരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് അസോസിയേറ്റ് ചെയ്തു. നമ്മുടെ കമ്പനി ലേറ്റസ്റ്റ് ആയിട്ട് ബിസിനസ് ഓപ്പൺ ചെയ്ത ഒരു രാജ്യമാണ് ശ്രീലങ്ക. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു ഫാമിലിയെ പരിചയപ്പെടാം. ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുക, അവരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരുന്ന സമയത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് അദ്ദേഹം എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. ഒരു ടെലികോം മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സമയത്ത് ഈ ഒരു ഫ്രണ്ട് വഴി തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ എത്തി ഇന്ന് അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ആയുർവേദ ഡോക്ടറാണ്. സോ അവർ രണ്ടുപേരും ഒരു ഫാമിലിയായി വളരെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കോഴിക്കോട് സ്വദേശികളായ സുജിത് ആൻഡ് മുന്ന സുജിത്, ഞാൻ അവരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സുജിത് കേൾക്കുന്നുണ്ടോ? Okay, സൗണ്ട് കേൾക്കാവല്ലോ? യെസ്, ക്ലിയർ ആണ്, സംസാരിക്കാം. Good afternoon all.
സോറി, ഗുഡ് ഈവനിങ്. ടൈം ഓൾമോസ്റ്റ് വൈകുന്നേരം ആയല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ പേര് സുജിത്, സ്വദേശം കോഴിക്കോടാണ്. ഞാൻ ബിനു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. ബിടെക് കഴിഞ്ഞ് ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ട്രഡീഷണൽ ബിസിനസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു അവസ്ഥയിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അതേ സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻഡസ്വ എന്നുള്ള ബിസിനസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുന്നേ ഏറ്റെടുത്ത സമയത്ത് ഒരു ബിസിനസ് എന്ന രീതിയിലല്ല എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഇപ്പോൾ വൈഫ് കൂടെ ഇരിക്കുന്ന ആൾ ആയുർവേദ ഡോക്ടറാണ്, ആള് കൂടുതൽ പറയുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ ഫാദറിന് ഷുഗർ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ ആ പ്രൊഡക്റ്റ് എടുക്കുന്നത്. പക്ഷെ അതിലൂടെ നമുക്ക് വരുമാനം മെല്ലെ മെല്ലെ വരാൻ തുടങ്ങിയ സമയത്താണ് എന്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്തുകൂടാന്നുള്ളത് ആ രീതിയിൽ വന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ പാർട്ട് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് ചെയ്ത് പക്ഷെ ചെയ്തു തുടങ്ങി. അതിന് പറയുകയാണെങ്കിൽ ഞാൻ 10 വർഷം വർക്ക് ചെയ്ത് എനിക്ക് സാലറി ഇപ്പൊ കഴിഞ്ഞ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ റിസൈൻ ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത്. ആ ഇറങ്ങുന്ന ആ സമയത്ത് മാസം കിട്ടിയിരുന്ന സാലറിയേക്കാൾ കൂടുതൽ ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം 10 വർഷത്തെ കഴിഞ്ഞിട്ട് 10 വർഷം നമ്മൾ വർക്ക് ചെയ്ത് ഇത്രയും പഠിച്ച് വർക്ക് ചെയ്ത് കിട്ടിയ സാലറി ഓരോ വർഷം കൂടി വന്ന് അതൊരു ഏകദേശം എടുക്കാൻ ഒരു 10 വർഷത്തോളം എടുത്ത്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ 1 വർഷം നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഏകദേശം നല്ല വരുമാനം ഈ ഒരു സാലറിയേക്കാൾ കൂടുതൽ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. കാരണം നമ്മളെല്ലാവരും ലൈഫ് എന്നുള്ളത് സമ്പാദിക്കാനും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏർണിങ്സ് വൈസ് ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റുകൾ ഒരുപാട് എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയിലും എന്റെ മോളും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തും കാരണം ഞാൻ പറഞ്ഞു നമുക്കുള്ള ബിസിനസ് കാര്യങ്ങൾ അതിലെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ചെയ്ത സമയത്തും ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് വീക്ക്ലി ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയെന്നതാണ്. കാരണം അത് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും അവരുടെ പ്രതിരോധ ശേഷിയും ഇമ്മ്യൂണിറ്റിയും പിന്നെ പറഞ്ഞ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും പ്രൊഡക്റ്റ് അവരുടെ യൂസിന് വാങ്ങുന്നതിലൂടെയും പിന്നെ ഒരുപാട് പേരും എന്റെ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ പല ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഗൾഫിലുള്ള ആളുകളുണ്ട്, ബാംഗ്ലൂരൊക്കെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും അവരുടെ ജോബ് കാര്യങ്ങളെല്ലാം വളരെ ത്രെട്ടിൽ നിൽക്കുകയാണ്. ഐ മീൻസ് അവരുടെ സാലറി കുറഞ്ഞിട്ടുണ്ട്, കുറെ ആളുകളെ ജോലിക്ക് ബാധിക്കുന്ന രീതിയിലായി വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ഞാൻ പറഞ്ഞ സമയത്ത് അവർ ഏറ്റെടുത്ത് ബിസിനസ് ആയിട്ടും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും നിങ്ങളുടെ ഇന്ന് ഒരുപാട് പേര് പുതിയ ആളുകളുണ്ട്, അവർക്ക് എല്ലാവരും ഇതിന്റെ ഒരു വ്യാപ്തി ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താ പറയുക ഇനിയിപ്പോ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മളെ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ കൂടെ എന്റെ വൈഫുണ്ട്, ആള് ആയുർവേദ ഡോക്ടറാണ്, എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിൽ. പ്രൊഡക്റ്റ് വൈസ് ആയാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന ആളുടെ തന്നെയാണ്. ആളുടെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡോക്ടർ മുന്ന. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഒരു 1.5 വർഷമായിട്ട് ഈ ബിസിനസ്സിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇതിൽ അമേസിംഗ് ആയിട്ടുള്ള നമ്മുടെ 5 പ്രൊഡക്ട്സ് ആണ്. 5 പ്രൊഡക്റ്റും 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ഈ ഒരു ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം നമ്മൾ ആദ്യം അത് ഉപയോഗിച്ചത് നമ്മുടെ സ്വന്തം വീട്ടിലും ഞങ്ങൾ ഉപയോഗിച്ചു, മകൾക്ക് കൊടുത്തു, വീട്ടിൽ ഉപയോഗിച്ചു. ആ റിസൾട്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് കൂടാതെ പേഷ്യൻസിനാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം അവർക്കും അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബിസിനസ് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പുറത്തിറങ്ങാതെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് പോവാതെ നമുക്ക് ഡെയിലി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ മുഴുവൻ എല്ലാ ആഴ്ചയിലും നമുക്ക് വരുമാനം വരുന്നുണ്ട്. അതിനൊരു മുടക്കവും വന്നിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്ന ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് വരുമാനം വന്നില്ലെങ്കിൽ കൂടിയും ഈ ഒരു ഇൻഡസ്വിവ എന്ന് പറഞ്ഞ ബിസിനസ്സിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വരുമാനം വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. Thank you, Bino. Thank you, Sujit and Munna. Thank you very much for the experience. Okay, so ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഫാമിലി പ്രോഗ്രാം ആണ്. 2 ഫാമിലീസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഒരു ഫാമിലി കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. സോ അദ്ദേഹത്തിനെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് തന്ന രാജേഷ് കുമാർ സാർ. സോ രാജേഷ് കുമാർ സാറിന് ഈ ഒരു ബിസിനസ് അദ്ദേഹത്തിന്റെ ഒരു നേട്ടത്തിനും ഈ ഒരു ബിസിനസിന്റെ ഉയർച്ചയ്ക്കും കാരണം അദ്ദേഹത്തിന്റെ വൈഫാണ് ജിംബിൾ മാഡം. സോ അവർ രണ്ടുപേരും ആസ് എ ഫാമിലി ആണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. സോ ഞാൻ അവരെ ഒരിക്കൽ കൂടെ ഞാൻ രാജേഷ് കുമാർ സാറിനെയും ഡിംപിൾ മാഡത്തിനെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. രാജേഷ് കുമാർ സാർ ആൻഡ് ഡിംപിൾ മാഡം, പ്ലീസ്. Over to you. Thank you, Binu sir. Good evening, everybody. Myself, Dimple Annie Johns. എല്ലാവരും ഈ ഒരു കോവിഡ് കാലത്ത് വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഈ ഒരു അവസരം നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കൂടെ
ഈ ബിസിനസ്സിൽ ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞത് ടീച്ചർ എന്ന് പറയുന്നാല് ജോലി ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതിന്റെ ഒരു എന്താ പറയാ റിയാലിറ്റി എനിക്ക് മനസ്സിലായതും പിന്നെ ഞങ്ങളുടെ ലീഡേഴ്സ് എന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിച്ചു തന്നപ്പോൾ ഞാനും ജോലി രാജിവെച്ച് എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങൾ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നത് കൊണ്ടും ആസ് എ കോ ആപ്ലിക്കന്റ് എല്ലാ മാസവും എനിക്ക് എന്റെ അക്കൗണ്ടിൽ 50,000 rupees വരുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു അഡീഷണൽ ഇൻകം എന്ന നിലയ്ക്ക് ഇൻഡസ് വിവ എന്ന് പറയുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഞങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പം ഞങ്ങൾക്കുണ്ടായ ഈ ഒരു സൗഭാഗ്യം നിങ്ങളിലോട്ടും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. So once again, good evening everybody. ഈ ബിസിനസ്സിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റിന് ഉണ്ടാക്കാൻ കാരണക്കാരായ ആളാണ് ഈ ഇരിക്കുന്നത്. റൈറ്റ്, ഇറ്റ്സ് എ ഫാമിലി ബിസിനസ് മൈ ഡിയർ ഫ്രണ്ട്സ്. വൈകി ഇതിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഞാൻ എന്നെ ഒരിക്കലും കൂടി പരിചയപ്പെടുത്താം. രാജേഷ് കുമാർ, സ്വദേശം മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയാണ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് പ്രൊഫഷണലി ഒരു അധ്യാപകനായിരുന്നു. ഹൈദരാബാദിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ 1-2 ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, അമ്മയെ നാട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ ഹൈദരാബാദിലേക്ക് പോയത്. സോ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്യും, അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. സോ ഹോം ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് അന്ന് മുതലേ ആലോചന ഉണ്ടായിരുന്നു. രണ്ടാമത്, ഏറ്റവും വളരെ ഒരു ഫിനാൻഷ്യൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വളരെയധികം ഹൗണ്ട് ചെയ്തൊരു കാര്യം, ആ ജോലിയിലൂടെ എനിക്ക് കിട്ടിയിരുന്ന മാസവരുമാനം ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് തരാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവാണ്. ഒരു പക്ഷേ ഇന്ന് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് വരുമാനമില്ലാത്ത കുറെ ഫാമിലീസ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വരുമാനമില്ലെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ആ ജോലിയിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം ഒട്ടും സേഫ് അല്ല. നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിലൂടെ വരുമാനം കിട്ടുള്ളൂ എങ്കിൽ ഒട്ടും സേഫ് ആൻഡ് സെക്യൂർ അല്ല വരുമാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയും സേഫ് ആൻഡ് സെക്യൂർ അല്ല. സോ ഇത് മനസ്സിലാക്കിയപ്പോ ഒരു പാസീവ് ഇൻകം അഥവാ ഒരു സുരക്ഷിതമായിട്ടുള്ള വരുമാനം, ഫാമിലിയെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനത്തിനുള്ള ഒരു അവസരം, അതും ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അവസരം വളരെ സീരിയസ് ആയിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് എന്റെ സുഹൃത്തും ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു മെന്റർ ആയിട്ടുള്ള വ്യക്തി, മോട്ടിവേറ്റർ ആയിട്ടുള്ള വ്യക്തി, ഇന്ന് ഈ ബിസിനസ്സിലൂടെ 3.5 കോടി രൂപയോളം ഏകദേശം വരുമാനം വാങ്ങിയിട്ടുള്ള കേരളത്തിൽ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ മിസ്റ്റർ ജീവാനന്ദ് സാറ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി. ആ സുഹൃത്തിനെ 100% വിശ്വസിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോടൊപ്പം ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് 40 മാസമായി ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 40 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ ബിസിനസ്സിലൂടെ ഈ കിട്ടിയിട്ടുള്ള ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,12,00,000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു സാധാരണക്കാരനിൽ നിന്നും ഇൻഡസ് വിവ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കോടീശ്വരന്മാരിൽ ഒരു കോടീശ്വരൻ ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ്. അത് ശരിയായ സമയത്ത് ഒരു ശരിയായ തീരുമാനം എടുത്തത് കൊണ്ടാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക്ക്ഡൌൺ സാഹചര്യമായിട്ട് പോലും ഒരാഴ്ചയിൽ പോലും വരുമാനം മുടങ്ങിയിട്ടില്ല. അത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫാമിലി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്താൽ നാളെകളിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബർഡനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. സെക്യൂർ ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ദൈവമായിട്ട് നിങ്ങൾക്ക് ശരിയായ സമയത്ത് ഒരു അവസരം കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പാതി കഴിഞ്ഞു, ഇനി നിങ്ങളുടെ പാതിയാണ്. റൈറ്റ് ഡിസിഷൻ എടുക്കുക. ഈ ഒരു വിവാ ഫാമിലിയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. നിങ്ങളെ ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സക്സസ് സിസ്റ്റം ഇവിടെയുണ്ട്. ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് വിജയിക്കാൻ പറ്റും. ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ നല്ല തീരുമാനം എടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു. താങ്ക് യു രാജേഷ് കുമാർ സർ ആൻഡ് ഡിംപിൾ മാഡം. സോ നമ്മളെല്ലാ ആളുകളും ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻസ് കേട്ടു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും ഈ ഒരു ബിസിനസിനെ കുറിച്ചും
ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായി ഇപ്പോൾ തന്നെ ഒരു വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്ത്, കാരണം ഇത് ഇപ്പോ ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് നമുക്ക് സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് വളരെ സേഫായി നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ ഫാമിലിയുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഇന്ന് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയാണ് ഇൻഡസ്വ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്ന പ്രൊഡക്റ്റുകളാണ് എല്ലാ പ്രൊഡക്റ്റുകളും ആയുഷ് സർട്ടിഫൈഡ് ആയ പ്രൊഡക്റ്റുകളാണ്. സോ എസെൻഷ്യൽ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആളുകളും എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യുക. ഇന്ന് തന്നെ ഈ ഒരു ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്രസന്റേഷൻ നമുക്ക് ഇവിടെ ചെയ്തു തന്ന രാജേഷ് കുമാർ സാറിനും ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുന്നു. ഓക്കെ, സോ എന്നെ പരിചയപ്പെടുത്തിയില്ല. എന്റെ പേര് ബിനു എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. വൈകി വന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ സുജിത്ത് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ടെലികോം കമ്പനിയിൽ ഒരു മാനേജറിയൽ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സുജിത്ത് വഴി തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്. ഒരു പാർട്ട് ടൈം ഇൻകത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ ബട്ട് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ ഇനീഷ്യലി തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ വൈഫും ഒരു ആയുർവേദ ഡോക്ടറാണ്. സോ ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് പേഴ്സണലി ഒത്തിരി റിസൾട്ടുകൾ കിട്ടിയതിന് ശേഷം ഏകദേശം ആഫ്റ്റർ ഒരു 1 year ആണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്റെ ജോബ് റിസൈൻ ചെയ്ത് ഇന്ന് ഫുൾ ടൈം പ്രൊഫഷൻ ആയിട്ട് ഈ ഒരു മേഖല ഏറ്റെടുത്ത് ചെയ്യുന്നു. സോ എല്ലാ ആളുകളും പറഞ്ഞ പോലെ ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിലും ചെറുതെങ്കിൽ ചെറിയ രീതിയിൽ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് മുടങ്ങാതെ തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. സോ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. സോ അതിന് എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു. So stay home, stay safe, stay home, build your business from your home. Okay, so wish you all the best. Thank you very much.